വാഴ്ത്തപ്പെടുന്നവരാകട്ടെ. ഈ സായാഹ്ന സമയം ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ദേശവാസികൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. ഒരു സായാഹ്ന സമയം കൂടെ ദൈവവചനത്തിന്റെ കേൾവിക്കായി ദൈവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നൽകപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിർമ്മല സുവിശേഷത്തെ ദേശത്തിന്റെ നടുവിൽ ഒരു പ്രാവശ്യം കൂടെ സാക്ഷിക്കുവാനായിട്ട് ദൈവം ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരുക്കിയ നല്ല അവസരത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന സന്ദേശം നിശ്ചയമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഭൂമിയിലെ ജീവിത കാലയളവിൽ നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് കാരണമായി തീരുവാൻ, ജീവിതത്തിന്റെ സമസ്ത വിഷയങ്ങൾക്കും വിടുതലായി ഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ കാലാവസ്ഥയുടെ പ്രതികൂലമായ സാഹചര്യത്തിലും എന്തുകൊണ്ട് ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നൊരു ചിന്ത ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കുണ്ടാകാം. സഹോദരങ്ങളെ, ഞങ്ങൾ അറിയിച്ചു കൊള്ളട്ടെ, ഇതൊരു എമർജൻസിയുടെ സന്ദേശമാണ്. കാലമിനിയും അധികമില്ല. കർത്താവായ യേശു ക്രിസ്തു തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ ലോകത്തിൽ ദൈവവചനം അനുസരിക്കാത്ത പ്രിയപ്പെട്ടവർക്ക് നിത്യന്യായവിധി ഒരുക്കി പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യനരകത്തിലേക്ക് തള്ളിക്കളയുവാനും വിശുദ്ധ വേദപുസ്തകം മനുഷ്യനോട് പ്രബോധിപ്പിക്കുന്ന ദൈവവചന സത്യങ്ങളെ സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് ജീവിക്കുന്നവരെ ചേർത്തുകൊണ്ട് തന്റെ രാജ്യത്തിൽ യുഗായുഗം വാഴുവാൻ വിശുദ്ധന്മാരെ ചേർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു മേഘങ്ങളിൽ കടന്നു വരുവാൻ കാലമായിരിക്കുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊരു എമർജൻസിയുടെ സന്ദേശമായി നിലകൊള്ളുന്നു. ആ വിധം ആ വലിയ ദൈവിക ദൗത്യത്തെ ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്വമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നിർമ്മലമായ സുവിശേഷം ഭൂലോകർ വസിക്കുന്ന എല്ലായിടത്തും പ്രസംഗിക്കപ്പെടണമെന്നുള്ള ദൈവിക പ്രബോധനത്തെ ശിരസാവഹിച്ചുകൊണ്ട് ഈ സന്ദേശം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈ സായാഹ്ന സമയം കൈമാറുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു: അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുവാൻ ദൈവം ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് ആ ദൈവവചനത്തെ ഉറപ്പിച്ചുകൊണ്ട് ഭൂമിയിലുള്ള സകല മനുഷ്യരോടും പറയുന്നു: മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും നശിച്ചു പോകും. സഹോദരങ്ങളെ, ഈ സന്ദേശം വിശുദ്ധ ബൈബിൾ ലോകത്തോട് പറയുന്നത് കേവലം ചില പ്രിയപ്പെട്ടവർക്ക് മാത്രം വേണ്ടിയല്ല. ഒരുപക്ഷെ ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളിൽ ചിലരെങ്കിലും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്: വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് അത് ക്രിസ്ത്യാനികളുടെ പുസ്തകമല്ലേ? ആ പുസ്തകം ഞങ്ങൾ എന്തിന് അനുസരിക്കണം? ആ പുസ്തകത്തിൽ പറയുന്നു മാനസാന്തരപ്പെടണമെന്ന്. അത് ഞങ്ങളുടെ പുസ്തകമല്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തിന് അതിനെ അനുസരിക്കണം? പ്രിയപ്പെട്ടവരെ, എന്നാൽ വിശുദ്ധ തിരുവെഴുത്താകുന്ന വിശുദ്ധ വേദപുസ്തകം ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന് വേണ്ടി ദൈവം നൽകിയതല്ല. അഥവാ കേവലം ഈ ഭൂമിയിൽ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്ന ഒരു ജനവിഭാഗത്തിന് വേണ്ടി മാത്രം നൽകപ്പെട്ട പുസ്തകമല്ല വേദപുസ്തകം. മറിച്ച് വിശുദ്ധ വേദപുസ്തകം സത്യവേദപുസ്തകമായി സകല മാനവകുലത്തിനും വേണ്ടി സർവശക്തനായി ദൈവം നൽകിയ ദൈവത്തിന്റെ സന്ദേശമാണ് വിശുദ്ധ വേദപുസ്തകം. ആ വേദപുസ്തകം
ആ വിശുദ്ധ തിരുവെഴുത്ത് ദൈവത്തിന്റെ സന്ദേശം അത് പ്രബോധിപ്പിക്കുന്നത് അല്ലെങ്കിൽ അത് പറയുന്നത് എല്ലാ മനുഷ്യരോടും വേണ്ടിയാണെന്ന് ഇന്ന് ഈ സായന്ന സമയം ഞങ്ങൾ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം മനുഷ്യകുലത്തോട് പറയുന്ന അറിയായ്മയുടെ കാലഘട്ടങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ സന്ദേശം നിങ്ങളുടെ അതേ ചെവിക്കുള്ളിലേക്ക് കയറി വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും നിലകളിൽ ദൈവവചനമാകുന്ന ദൈവത്തിന്റെ സുവിശേഷം കേൾക്കുന്ന മാത്രയിൽ അറിയായ്മയുടെ ഒരു കാലഘട്ടങ്ങളെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. ഞാൻ പാപവഴികളിൽ സഞ്ചരിച്ചു. ദൈവത്തിന്റെ അരുളപ്പാടുകൾ അനുസരിക്കാതെ ഞാൻ എന്റെ പിന്നാമ്പുറങ്ങൾ ജീവിച്ചുപോയി. കർത്താവേ, വിശുദ്ധ തിരുവെഴുത്താകുന്ന വിശുദ്ധ വേദപുസ്തകം എന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ. ഞാൻ മാനസാന്തരപ്പെടണമെന്ന് എന്നോട് ആവശ്യപ്പെടുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ മാനസാന്തരപ്പെട്ട് ദൈവകൽപ്പന അനുസരിച്ചില്ലെങ്കിൽ ദൈവം നിത്യം ന്യായം വിധിക്കുന്ന ഒരു ദിവസം എന്നെയും ന്യായം വിധിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾ പലയിടങ്ങളിലും സഞ്ചരിച്ച് പല പ്രിയപ്പെട്ടവരെയും സന്ദർശിച്ച് പലരോടും സുവിശേഷം അറിയിക്കുമ്പോൾ സത്യദൈവത്തെ കുറിച്ച് ചോദിക്കാറുണ്ട്. നിങ്ങൾ സത്യദൈവത്തെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? സത്യദൈവമാരാണെന്ന് നിങ്ങൾക്കറിയുമോ? സത്യദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്നൊക്കെ ഞങ്ങൾ ചോദിക്കുമ്പോൾ പല പ്രിയപ്പെട്ടവരും പറയുന്ന ഒരു കാര്യമുണ്ട്. സത്യദൈവം ഏതെന്ന് ഞങ്ങൾക്കറിയത്തില്ല, പക്ഷേ ഞങ്ങളൊന്നറിയുന്നു, ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ഈ സകല ചരാചരങ്ങളെയും കാത്തുപരിപാലിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ ഞങ്ങൾ ദൈവമെന്നോ അല്ല സർവശക്തനെന്നോ ഒക്കെ ഞങ്ങൾ വിളിക്കുന്നു, ആരാധിക്കുന്നു. എന്നാൽ ചില പ്രിയപ്പെട്ടവർ അവരെ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ഭൂമണ്ഡലത്തിൽ ദൈവമെന്ന് പറയുന്നത് വ്യക്തിത്വമില്ല, ദൈവമില്ല. ഇതെല്ലാം അത് ഇങ്ങനെ പരിണാമങ്ങളിൽ കൂടെ രൂപാന്തരപ്പെട്ട് പല കാലഘട്ടങ്ങളുടെ ദൈർഘ്യത്തിൽ രൂപം കൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരു കാര്യമാണെന്ന് പല പ്രിയപ്പെട്ടവരും പറയാറുണ്ട്. എന്നാൽ ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ സായാഹ്ന സമയം ഞങ്ങൾ വിളിച്ചു പറയട്ടെ, വാസ്തവമായി വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു: നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അതിന്റെ അർത്ഥം കാലമുണ്ടാക്കപ്പെടുന്നതിന് മുമ്പ്, സമയമുണ്ടാക്കപ്പെടുന്നതിന് മുമ്പ്, സകലത്തിനു മുമ്പ് ഉണ്ടായിരുന്നവനും സകലത്തെയും നിയന്ത്രിക്കുന്നവനും അത് മാറ്റമില്ലാത്തവനുമായി സകലത്തെ നിയന്ത്രിച്ച് തന്റെ കൈകളിൽ വഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. നീ അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്നു. ദൈവത്തിന്റെ സർവശക്തിയെയും ദൈവത്തിന്റെ സർവജ്ഞാനിത്വത്തെയും ദൈവത്തിന്റെ സർവ്വജ്ഞാനിത്വത്തെയും ഉൾക്കൊള്ളുന്ന ദൈവത്തിന്റെ അസ്തിത്വത്തെ കുറിച്ചുള്ള ഒരു പരാമർശമാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ തിരുവെഴുത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് സായാഹ്ന സമയം ജീവനുള്ള ദൈവത്തെ, സത്യദൈവത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അനാദിയും ശാശ്വതമായ ദൈവം, സർവശക്തനും സർവ്വവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവം ഇതാ മനുഷ്യരോട് കൽപ്പിക്കുന്നു, മാനസാന്തരപ്പെടണം. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. എന്താണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വചനം ഇങ്ങനെ മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് പറയുന്നത് എന്നൊരു പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സംശയം കടന്നു വന്നേക്കാം. എന്തുകൊണ്ടാണ് മനുഷ്യന് മാനസാന്തരത്തിന്റെ ആവശ്യകതയുണ്ടായത്? എന്ത് കാരണം കൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് മാനസാന്തരപ്പെടണമെന്ന് എന്നൊക്കെ ചോദിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളോട് ഞങ്ങൾ പറയട്ടെ, ആദ്യ മനുഷ്യനായ
ദൈവസൃഷ്ടിയുടെ ആദ്യത്തെ അതേ മനുഷ്യ അസ്തിത്വമായ ആദം എന്ന് പറയുന്ന പൂർവ്വപിതാവായ മനുഷ്യന്റെ പിതാവ് ദൈവത്തിന്റെ സാരാംശം പേറിക്കൊണ്ട് ഭൂമിയിലേക്ക് ദൈവത്തിന്റെ ഇറങ്ങൽ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട് ഭൂമിയിലായിരുന്നപ്പോൾ ദൈവകൽപ്പനകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് വ്യതിചലിച്ച് ഇതാ ദൈവസന്നിധി വിട്ട് ദൈവിക സമാധാനത്തിൽ നിന്ന് പാപം വഴി ദൈവസന്നിധി വിട്ടുപോകുവാൻ തക്കവണ്ണമിടയായി. അങ്ങനെ ദൈവസന്നിധി വിട്ടുപോയ മനുഷ്യൻ ലോകത്തിൽ പാപികളായി പാപത്തിന്റെ അടിമത്തത്തിൽ തുടരുമ്പോൾ ഇതാ സാരാംശം ദൈവത്തിന്റെ സാരാംശത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ നഷ്ടമാക്കി കളയുവാൻ, എന്നത്തേക്കും നിത്യമരണത്തിലേക്ക് തള്ളിക്കളയുവാൻ ആഗ്രഹിക്കാത്ത ദൈവം ഇതാ ഒരു വീണ്ടെടുപ്പിച്ച പദ്ധതി അഥവാ നശിച്ചു പോകുന്ന മനുഷ്യനെ, നിത്യനാശത്തിന്റെ ഓഹരിക്കാരായി നിബന്ധിച്ചുപോയ മനുഷ്യനെ നിത്യനരകത്തിലേക്ക് തള്ളിക്കളയാതെ അത് അവനെ വീണ്ടെടുക്കുവാൻ, തിരികെ ലഭിക്കുവാൻ വേണ്ടി ദൈവം തന്നെ ഒരുക്കി ഒരു പദ്ധതി ഒരുക്കി. അതാണ് പ്രിയപ്പെട്ടവരെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. വീണ്ടെടുക്കപ്പെടണമെങ്കിൽ ദൈവം മനുഷ്യന് മറുവിലയായി തീരണം. പാപമംഗലമായ മനുഷ്യന്, പാപത്തിൽ നിബന്ധിച്ചു പോയ മനുഷ്യന് തന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തം ദൈവത്തിന് മുൻപാകെ കഴിപ്പാൻ, നീതിമാനായ ദൈവത്തിന്റെ മുമ്പിൽ പാപമംഗലമായ ഒരു പ്രവൃത്തികൾ കൊണ്ടും മനുഷ്യന് നീതീകരിക്കപ്പെടുവാൻ കഴിയാത്തതുകൊണ്ട് യാഗങ്ങളും കർമ്മങ്ങളും അതെ അനുഷ്ഠാനങ്ങൾ കൂടെ മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു പോരുന്നപ്പോൾ ഇതാ വിശുദ്ധ തിരുവെടുത്ത് മനുഷ്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മനുഷ്യന്റെ പ്രവൃത്തികളല്ല, പുണ്യപ്രവൃത്തികളല്ല, കറപുരണ്ട തുണി പോലെ ദൈവം മുൻപാകെ അറപ്പുളവാക്കുന്ന എന്ന് പറയുമ്പോൾ ഇതാ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, മനുഷ്യന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തമായി ദൈവം മുൻപാകെ ഒന്നും കൊടുത്ത് പകരമാക്കപ്പെടുവാൻ കഴിയാതിരുന്നത് കൊണ്ട് സാക്ഷാൽ ദൈവം മനുഷ്യനെ വളരെയധികം സ്നേഹിക്കൊണ്ട് നിത്യഭരണമാകുന്ന നിത്യനരകത്തിലേക്ക് മനുഷ്യനെ തള്ളിക്കളയുവാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇതാ സർവശക്തനായ ദൈവം മനുഷ്യരൂപമെടുത്തുകൊണ്ട് ഭൂമിയിലേക്ക് താനിറങ്ങി വന്നു. ഈ ഭൂമിയിൽ മനുഷ്യന്റെ പാപത്തെ പേറിക്കൊണ്ട് കാൽവറിയുടെ കൊലമരത്തിൽ ഈ മനുഷ്യവർഗത്തിന്റെ പ്രായശ്ചിത്തമായി തന്റെ ജീവനെ വെച്ചുകൊടുത്തു. പ്രിയപ്പെട്ടവരെ, അതാണ് വീണ്ടെടുപ്പ്. വില കൊടുത്ത് മനുഷ്യനെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് ദൈവപിത മനുഷ്യന് വേണ്ടി വീണ്ടെടുപ്പ് ഒരുക്കി. ഈ വീണ്ടെടുപ്പ് എനിക്കും നിങ്ങൾക്കും സാധ്യമാകണമെങ്കിൽ അത് മാനസാന്തരത്തിന്റെ ആവശ്യമുണ്ട്. മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ദൈവമൊരുക്കിയ പാപപരിഹാര യാഗത്തിൽ വിശ്വസിച്ച് അതിൽ എന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു കാൽവറിയിൽ യാഗമാക്കപ്പെട്ടതെന്ന് വിശ്വസിച്ച് അത് പാപബലികളെ വിട്ടുതിരിയുന്നതിനെയാണ് മാനസാന്തരമെന്ന് വിശുദ്ധ വേദപുസ്തകം അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, രക്ഷ പ്രാപിക്കുവാൻ നിത്യസ്വർഗരാജ്യത്തിലേക്ക് മരണത്തിന് ശേഷം മനുഷ്യന്റെ ആത്മാവിന് നിത്യമായി ദൈവത്തിന്റെ സമാധാനത്തിൽ വസിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ഒരുക്കിയ അതേ കാൽവറിയുടെ ആ നിത്യരക്ഷയുടെ വഴിയാകുന്നു. ആ നിത്യ രക്ഷയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ മനുഷ്യൻ മാനസാന്തരപ്പെട്ടേ മതിയാവും. ഇന്ന് പകൽക്കാലം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു. ഇങ്ങനെ ആ വാക്യം പറയുന്നത്, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ താൻ നിയമിച്ച, സർവശക്തനായ ദൈവം നിയമിച്ച പുരുഷൻ ഈ ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ ഭൂമിയിൽ മനുഷ്യർ ജീവിച്ച് കേവലം മൃഗങ്ങളെയും സസ്യങ്ങളെയും പോലെ മാറ്റപ്പെടുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ ഏറ്റവും മൂഢമായ മനുഷ്യനാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദേഹവും ദേഹിയും ആത്മാവും എന്നീ മൂന്ന് ഘടകങ്ങളെ കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. മരിച്ചു കഴിയുമ്പോൾ
ഒരു മനുഷ്യന്റെ അതേ ശരീരത്തിൽ നിന്ന് അവന്റെ ദേഹിയും ആത്മാവും വേർപെട്ടു പോകുന്നു. മനുഷ്യന്റെ ശരീരം ഭൂമിക്കായി മാറ്റപ്പെട്ടുകൊണ്ട് അവനിൽ നിന്നെ അസ്തിത്വം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റപ്പെട്ടു പോകുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ കേവലം മരിച്ച് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നവനല്ല. എന്തെന്നാൽ മനുഷ്യന്റെ ഉള്ളിൽ ദൈവത്തിന്റെ സത്തമാകുന്ന ദൈവത്തിന്റെ ആത്മാവ് ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് കൊണ്ട് ഈ അണ്ടഘടാകത്തിൽ ഈ സകല ചരാചരങ്ങളുടെയും ഇടയിൽ മനുഷ്യൻ അമൂല്യവൻ ഉള്ളവനാണ്, അമൃതത്വമുള്ളവനാണ്. ദൈവത്തിന്റെ സാരാംശം മനുഷ്യന്റെ ഉള്ളിൽ ദൈവം വെച്ചിരിക്കുന്നത് കൊണ്ട് മനുഷ്യൻ മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. മനുഷ്യന് മരണശേഷം ഒരു ജീവിതമുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, മരിച്ചു കഴിഞ്ഞ് മനുഷ്യന്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം നടത്തുന്ന അതിന്റെ പിന്നിലെ രഹസ്യമെന്തെന്ന് ചോദിച്ചാൽ മനുഷ്യൻ അതേ സമ്മതിക്കുന്നു. മരണശേഷവും മനുഷ്യന് ജീവനുണ്ട്. മനുഷ്യനെ വിട്ടുപോയ, ശരീരത്തെ വിട്ടുപോയ ആത്മാവിന് ജീവിതമുണ്ട് എന്ന് നമ്മൾ നിസ്സംശയം അത് സമ്മതിക്കുകയാണ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മെ വിട്ടുപോകുന്ന അകത്തെ മനുഷ്യൻ അഥവാ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ സാരാംശമാകുന്ന ആത്മാവിന് വസിക്കുവാൻ ദൈവം രണ്ടിടമൊരുക്കിയിട്ടുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ കൽപ്പനകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെടാതെ ഈ ഭൂമിയിൽ താന്തോന്നികളായി ജീവിച്ച് ദൈവഹിതമില്ലാത്ത രീതിയിൽ ജീവിക്കുന്നവരുടെ ആത്മാവ് മരണശേഷം ചെന്നെത്തുന്ന മേഖല നിത്യനരകമെന്ന തീപ്പൈകയാണെന്ന് വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു. കൽപ്പനകൾ അനുസരിക്കാതെ, ദൈവിക പ്രമാണങ്ങളെ അനുസരിക്കാതെ, മാനസാന്തരപ്പെടാതെ മരിച്ച് ദൈവമായ കർത്താവിനെ രക്ഷകനും ദൈവവുമായി സ്വീകരിക്കാത്ത മനുഷ്യർ മരിച്ചാൽ അവരുടെ ആത്മാവ് ചെന്നെത്തുന്നത് നിത്യനരകമെന്ന് പറയുന്ന കേടാത്തതിയും ചാകാത്ത പുഴുവുമുള്ള നിത്യനരകമെന്ന് പറയുന്ന നരകത്തിലേക്കാണ്. മറ്റൊരിടമെന്ന് പറഞ്ഞാൽ ദൈവകൽപ്പന സ്വീകരിച്ച് ദൈവിക പ്രമാണങ്ങളെ അനുസരിച്ച് ജീവിച്ച് മരിക്കുന്ന മനുഷ്യൻ അവന്റെ ആത്മാവ് ചെന്നെത്തുന്നത് ദൈവത്തിന്റെ കൂടെ വസിക്കുന്ന നിത്യ സ്വർഗരാജ്യമാകുന്നു. ഇന്ന് പകൽക്കാലം മാനസാന്തരപ്പെടേണ്ടതിന്റെ ആവശ്യകത എന്തെന്ന് ചോദിച്ചാൽ നിത്യനരകത്തിലേക്ക് മനുഷ്യന്റെ ആത്മാവ് ചെന്നെത്താതെ നിത്യസ്വർഗത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശമരണത്തിൽ വിശ്വസിച്ച് ദൈവമേഖലായി ജീവിച്ച് അത് ദൈവത്തോട് വസിക്കുവാൻ, കൂടെ വസിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ സായാഹ്ന സമയം ഞങ്ങളുടെ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തു ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം കാൽവരിയുടെ കുലമരത്തിൽ സകല മാനവരാശിയുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച് അതെ എന്റെ നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷയാകുന്ന നിത്യമരണം തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് മനുഷ്യനൊരുക്കിയ ജീവരക്ഷയിലേക്ക് വിശ്വാസം മൂലം ദൈവപിതാ പ്രവേശനം ലഭ്യമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സായന്ത സമയം സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ യാഗമരണത്തിൽ വിശ്വസിച്ച് ക്രൂശിന്റെ വഴിയിൽ കൂടെ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇതാ ദൈവം വാതിൽ തുറക്കുന്നു. ദൈവത്തിന്റെ ശബ്ദം കേട്ട പ്രിയപ്പെട്ടവർ, ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവർ, സുവിശേഷത്തിന്റെ സന്ദേശത്തിൽ വിശ്വസിച്ച് നിത്യസ്വർഗത്തിൽ അത് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ ദൈവം ഇതാ അനുവാദം തന്നിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവനിതാ അധികാരം തരുന്നു. ഈ സായാഹ്ന സമയം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ ഈ സന്ദേശം ഞങ്ങളുടെ കേൾവിക്കാർക്കിടയാക്കി തീർക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ ഈ സന്ദേശത്തിന് വിരാമം കുറിക്കുന്നു. തുടർന്ന് പാട്ടിലൂടെയും പ്രാർത്ഥനയിലൂടെയും അതേ പ്രിയപ്പെട്ടവർ നിങ്ങളോട് സംസാരിക്കും. എല്ലാത്തിനും അവസാനമായി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇതാ കാഞ്ഞൂരിന്റെ ഭാഗത്തൊരു ദൈവസഭയുണ്ട്, അവിടെ ദൈവജനമുണ്ട്. ആ കൂട്ടത്തിലേക്ക് കടന്നു ചെന്നാൽ ഇന്നിവിടെ പ്രസ്താവിക്കപ്പെട്ട സന്ദേശത്തിന്റെ വിശദമായ അത് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും
അത് ഭൂമിയിൽ ദൈവമനുഷ്യനായി ജീവിക്കുവാനുള്ള ബാക്കി സന്ദേശങ്ങൾ അവർ നൽകിത്തരും. അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്ദേശത്തിന് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു.